ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ മാതാപിതാക്കളെ, മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ബെനഡിക്ട് പ്രയർ അനുഗ്രഹത്തിന്റെ ശുശ്രൂഷ 97-ാം ദിവസം ഈ പ്രഭാതത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ദൈവസന്നിധിയിൽ അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യെശയ്യാ പ്രവാചന പുസ്തകം 45-ാം അധ്യായം 2-ാം വചനം. ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. പ്രിയ മാതാപിതാക്കളെ, നമ്മുടെ മക്കളുടെ ജീവിതയാത്രയിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ കർത്താവ് അവർക്ക് മുമ്പേ പോകുവാനും കർത്താവ് അവരെ നയിക്കുവാനും ദൈവത്താൽ അയക്കപ്പെടുന്ന മാലാഖമാർ നമ്മുടെ മക്കളെ കൈപിടിച്ച് വഴി നടത്തുവാനും വഴി ഒരുക്കപ്പെടുവാൻ വേണ്ടി. ഒപ്പം അനേകം മക്കൾ വിവാഹപ്രായമായി വിവാഹം അന്വേഷിച്ചു ചേർന്ന ജീവിത പങ്കാളിയെ ലഭിക്കാതെ സങ്കടപ്പെടുന്ന മക്കളുണ്ട്, നിരാശയിലേക്ക് വീണു പോകുന്ന മക്കളുണ്ട്. അവരേക്ക് നമുക്ക് സമർപ്പിക്കാം. അനുഗ്രഹമായി അവരുടെ ജീവിത വഴികൾ തടസ്സം മാറി വഴികൾ നേരെയായി ദൈവത്തെ മഹത്വപ്പെടുത്തി അനുഗ്രഹം പ്രാപിക്കട്ടെ. ആമേൻ. യെശയ്യാ 45:2 ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടുക്കുകയും ചെയ്യും. കർത്താവായ യേശുവേ, ഞങ്ങളുടെ മക്കളുടെ ജീവിതയാത്രയിൽ അവർക്കുണ്ടാകുന്ന പ്രതിസന്ധികളെയും തടസ്സങ്ങളെയും നീക്കി അവരുടെ ജീവിത പ്രയാണം സുഖകരമാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജോലി മേഖലയിലുള്ള തടസ്സങ്ങൾ, ജോലി ലഭിക്കാതെ വലയുന്ന ഞങ്ങളുടെ മക്കൾ അവരുടെ എല്ലാ പ്രതിസന്ധികളെയും വിവാഹപ്രായമായും എത്തി കർത്താവെ ചേർന്ന പങ്കാളിയെ കണ്ടെത്താൻ പറ്റാതെ വിഷമിക്കുന്ന ഞങ്ങളുടെ മക്കളെയും പ്രത്യേകമായി സമർപ്പിക്കുന്നു. വിവാഹം വേണ്ട എന്ന് ചിന്തിച്ച് ഉത്തരവാദിത്ത ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാതെ തന്നെ ഇഷ്ടപ്രകാരം ജീവിക്കുന്ന മക്കളെയും സമർപ്പിക്കുന്നു. കർത്താവെ അവരെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ നിറച്ച് വിവേകപൂർവ്വം തങ്ങളുടെ ജീവിതാന്തസ് തിരഞ്ഞെടുക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. ആമേൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു സൂക്ഷിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ അങ്ങ് പ്രകാശിപ്പിക്കണമേ. അങ്ങയിൽ നിന്ന് അകലുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി തരണമേ. സർവോപരി അങ്ങയെ സ്നേഹിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് കൃപ ചെയ്യണമേ. ഓ ഈശോനാഥ, ഞങ്ങളുടെ മക്കളുടെ ഹൃദയം അങ്ങയോടുള്ള സ്നേഹവും ഭയവും കൊണ്ട് നിറയുന്നതിനായി അങ്ങ് ആരാണെന്നും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് എന്താണെന്നും മനസ്സിലാക്കി തരുവാൻ കൃപ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളെയും അങ്ങയുടെ നിസ്സീമമായ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു. കാനുവാനായ ഈശോയെ, ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ അസ്വസ്ഥതകളെയും സഹിക്കുവാനും നേരിടുവാനുള്ള കൃപ അവിടെ നൽകണമേ. അങ്ങനെ മക്കളെല്ലാവരും അങ്ങയെ എപ്പോഴും സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ. ആമീൻ.